Kannan Palakkad, alias Unnikrishnan, is a renowned theatre practitioner with over 45 years of experience. He is the artistic director of Navrang Palakkad and a disciple of Professor S. Ramanujam. He has directed acclaimed productions of Indian and international classics. His productions have been featured at NSD, Meta, and other national theatre festivals. His play Kando Ningal Ende Kuttiye Kando received the 5 Meta 2025 nominations. Here is Kannan Palakkad today sharing his reflections on the legacy of Professor S. Ramanujam. നമസ്കാരം. പ്രിയപ്പെട്ട രാമാനുജം സാറുടെ 91ാം ജന്മദിനത്തോടനുബന്ധിച്ച് മുംബൈയിൽ നടത്തുന്ന നിലവിലെ രാമാനുജം എന്ന ഈ പരിപാടിയിൽ എനിക്ക് സംസാരിക്കാൻ അവസരം തന്ന രാമാനുജ സാറുടെ മക്കൾക്ക്, പ്രത്യേകിച്ച് വനിതാ രാമാനുജം അവർക്ക് എൻ്റെ നന്ദി ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. പ്രൊഫസർ എസ് രാമാനുജം അധ്യാപകൻ, ചിന്തകൻ, ഗവേഷകൻ, നാടക സംവിധായകൻ, അതിലുപരി നാടകത്തെ ജീവിത സബരിയായി കൊണ്ടുവന്ന ഒരു മഹാവാൽമീകി. എന്നെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ നവരംഗിനെ സംബന്ധിച്ചോളം, നവരംഗിൻ്റെ ഉത്ഭവ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മഹാവ്യക്തിയാണ് രാമാനുജ സാർ. രാമാനുജ സാറെ ഞാൻ പരിചയപ്പെടുന്നത് രംഗചേതനയിലെ എൻ്റെ നാടക പഠനകാലത്താണ്. സ്വയം പരിചയപ്പെടുന്ന ഒരു വേളയിൽ ഞാൻ എൻ്റെ പേരും സ്ഥലവും സാറോട് പറയുന്നു. പ്രത്യേകിച്ച് ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. പാലക്കാടെന്ന് കേട്ടപ്പോൾ സാർ ഒരു നിമിഷം നിന്നുപോയി. പിന്നെ എന്നോടൊരു ചോദ്യം ഉന്നയിച്ചു, ഗോവിന്ദനെ തരിയുമാ എന്ന്. സത്യത്തിൽ എനിക്ക് അന്ന് ഗോവിന്ദനെ അറിയും എന്ന് പറയാനാണ് തോന്നിയത്. എങ്കിൽ എൻ്റെ മനസ്സിലൂടെ ഒരുപാട് ചിത്രങ്ങളാണ് കടന്നുപോയത്. കാരണം എൻ്റെ ഗുരുവായ ഗോവിന്ദൻ, പാലക്കാട് എന്ന ഗോവിന്ദേട്ടൻ, ഇത്രയും വ്യക്തിത്വങ്ങളുടെ സുഹൃത്താണെന്നും ആ സുഹൃത്തുക്കളുടെ കൂടെ നാടക കളരികൾ പങ്കെടുത്തിട്ടുണ്ട് എന്നുമുള്ള എൻ്റെ അറിവ് അന്ന് പുതിയതായിട്ടാണ് എനിക്ക് ലഭിച്ചത്. ഞാൻ ഒരു നിമിഷം സ്തബ്ധനായി നിന്നുവെങ്കിലും പിന്നീട് ഞാൻ പറഞ്ഞു, സാർ, എനിക്ക് ഗോവിന്ദനെ അറിയാം. ഞങ്ങൾ ഗോവിന്ദേട്ടൻ എന്ന് പറയുന്ന ഗോവിന്ദനെ എനിക്കറിയാം. പിന്നെ ഗോവിന്ദേട്ടനെ കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു എന്നോടുള്ള രാമാനുജൻ സാറുടെ വാക്കുകൾ. ഗോവിന്ദേട്ടൻ ഗുരുതുല്യനായി കരുതിയിരുന്ന ജി ശങ്കരപ്പിള്ള സാറുടെ മരണത്തെ തുടർന്നും സ്വന്തം ഭാര്യയുടെ നിര്യാണത്തിൽ നിന്നും ദുഃഖത്തിലാർന്നിരുന്ന ഗോവിന്ദേട്ടൻ കുറെ കാലം നാടകവേദിയുമായി അകന്നു നിൽക്കുകയായിരുന്നു എന്നൊരവസ്ഥ ഞാൻ രാമാനുജ സാറെ ഓർമ്മപ്പെടുത്തി. അന്ന് ഞാൻ തിരിച്ച് കളരിയിൽ നിന്നും വീട്ടിലേക്ക് പോകുമ്പോൾ രാമാനുജ സാർ എന്നോട് ഒരു കത്ത് എന്നെ ഏൽപ്പിച്ചു. ഞാൻ ആ കത്തുമായി ഗോവിന്ദേട്ടൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ കത്തിൽ ഉണ്ടായിരുന്ന കുറെ വാചകങ്ങൾ എനിക്ക് തോന്നുന്നു, ഗോവിന്ദൻ, താങ്കൾ ഈ നാടകവുമായും നാടകവേദിയുമായും അകന്നു നിൽക്കാതെ നാടകത്തിലേക്ക് തിരിച്ച് വീണ്ടും വരിക. കണ്ണനെ മാറിയുള്ളവർ നാടക പഠനം കഴിഞ്ഞ് അവിടേക്ക് വരുമ്പോൾ ഒരു നാടകവേദിക്ക് രൂപം നൽകുക എന്നുള്ളതായിരുന്നു ആ കത്തിൻ്റെ രക്തച്ചുരുക്കം. ആ കത്ത് ഗോവിന്ദേട്ടൻ വായിച്ചപ്പോൾ താൻ കുറച്ചു കാലമായി അനുഭവിച്ചിരുന്ന എല്ലാ വേദനകളും മറനീക്കിക്കൊണ്ട് ഒരു പുതു ഊർജം ലഭിച്ച മാതിരി വളരെ ആഹ്ലാദവനായിരുന്നു ആ സന്ദർഭത്തിൽ ഗോവിന്ദേട്ടൻ. തിരിച്ച് എനിക്കൊരു കത്ത് നൽകുകയും ആ കത്ത് ഞാൻ രാമാനുജ സാറെ ഏൽപ്പിക്കുകയും രാമാനുജ സാറുമായുള്ള ഫോൺ സംഭാഷണത്തിലൂടെ പാലക്കാട്ടിൽ
നവരൻ എന്നൊരു നാടകവേദിക്ക് രൂപം കൊള്ളാനുള്ള എല്ലാ അവസരവും രാമാനുജം സാർ സൃഷ്ടിച്ചു. അതാണ് എനിക്ക് ആദ്യമായിട്ട് രാമാനുജൻ സാറെ കുറിച്ച് പറയാനുള്ള എൻ്റെ ഓർമ്മ. കുട്ടിക്കാലത്തെ പാലക്കാട് നാടകവേദികളിലെ നാടക കളരികളിലെല്ലാം ഞാൻ രാമാനുജം എന്ന വ്യക്തിയെ കേട്ടിരുന്നു. പക്ഷെ ആ കേട്ടറിവ് എന്നിൽ ഒരു തിരിച്ചറിവുണ്ടാക്കിയത് രംഗചേതനയിലെ നാടക പഠന കാലത്താണ്. സാറുടെ ഓരോ ക്ലാസ്സുകളും മനുഷ്യന്റെ ഉള്ളിലെ കലാകാരനെ, നടനെ എങ്ങനെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളൊരു പ്രക്രിയ നന്നായി സാറ് ഞങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിച്ചിരുന്നു. വലിപ്പ ചെറുപ്പം നോക്കാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന, ഒരിക്കൽ പോലും ഒരാളെയും വെറുക്കാനോ കുറ്റപ്പെടുത്താനോ ദേഷ്യപ്പെടാനോ അറിയാത്ത ലാളിത്യമാർന്ന ഒരു മാതൃകാ ജീവിതം വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മഹാപ്രപഞ്ചമാണ് രാമാനുജൻ സാർ. നാടകമാണ് രാമാനുജൻ സാറുടെ ജീവിതം. ജന്മം കൊണ്ട് തമിഴ്നാട്ടിലാണെങ്കിലും കർമ്മം കൊണ്ട് മലയാള മണ്ണിലായിരുന്നു രാമാനുജൻ സാറുടെ നാടക ജീവിതം. നടന്റെ കഴിവുകളെ പുറത്തു കൊണ്ടുവരും വിധം അഭിനയ പാഠങ്ങൾ അനായാസം പകർന്നു നൽകുന്ന നാടക ഗുരു. കുട്ടികളിൽ ഒരാളായി കൂടെ നിന്ന് അഭിനയിച്ചും അനുഭവിച്ചും പാഠങ്ങളും കവിതകളും പാട്ടുകളും ചൊല്ലിക്കൊടുത്തു ഒരു മുത്തശ്ശനെ പോലെ കുട്ടികളിലൂടെ ഇഴകി നടക്കുന്ന രാമാനുജ സാർ എന്നെ നാടകക്കാരനാക്കിയ ഉറവിടം. കുട്ടികളുടെ കൗതുകങ്ങളെ വാക്കിന്റെ കാഴ്ചയുടെയും ഉത്സവം കൊണ്ട് മനസ്സുകളിൽ നിറയ്ക്കുന്ന കുട്ടിത്തമുള്ള രാമാനുജ സാർ. കുട്ടികളുടെ മനഃശാസ്ത്രം തൊട്ടറിയുന്ന നാടകക്കാരൻ. കുഞ്ഞുങ്ങളുടെ മനസ്സുമായി പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. കുട്ടികളെപ്പോലെ അദ്ദേഹം ഭാവനയുടെ ലോകത്താണ്. കുട്ടികളിൽ നിന്നും അനന്തമായ ഭാവനകൾ പുറത്തു വരുന്നത് കൗതുകത്തോടെ നോക്കിയിരിക്കുന്ന ഒരു വ്യക്തി, അത് രാമാനുജ സാറാണ്. അതായത് സാറിന് സ്വയം പഠിക്കാൻ വേണ്ടി കുട്ടികളുമായി വ്യാപരിക്കാൻ തയ്യാറാവുകയും ചെയ്യും. നാടകക്കളരിയുമായ ഓർമ്മകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ അമൂല്യമായി സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. രാത്രിയിൽ രാമാനുജൻ സാറുമായി ബന്ധപ്പെട്ട് വരുന്ന ഫോൺ കോളുകളെല്ലാം ജീവിതത്തിന്റെ അമൂല്യ നിമിഷങ്ങൾ നൽകുന്നതായിരുന്നു. സാറ് തഞ്ചാവൂരിൽ നിന്നും കേരളത്തിലെ വടക്കേ മലബാറിലെ നാടക സംബന്ധമായ പ്രവർത്തനങ്ങൾക്ക് പോകുമ്പോൾ പാലക്കാട് ഇറങ്ങി വേണം യാത്ര തുടരാൻ. ആ സമയത്തെല്ലാം സാറിൻ്റെ ഭാര്യയും സംഘാടകരും എല്ലാം എന്നെയാണ് വിളിക്കാറുള്ളത്. സാറിൻ്റെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കി രാത്രി 1 മണിക്കെത്തുന്ന വണ്ടിയിൽ നിന്നും മലബാറിലേക്ക് പോകുന്ന വണ്ടിയിൽ കയറ്റിവിടുന്നതിനായി ഞാൻ അത് എത്രയോ തവണ ചെയ്തിരിക്കുന്നു. ഇതിനിടയിൽ മലയാള നാടകവേദിയുടെ ആശയങ്ങളും വഴികളും സമ്പ്രദായങ്ങളും ശൈലികളും പോരായ്മകളും ഒക്കെ പരാമർശിച്ചും മണിക്കൂറുകളും സംസാരിച്ചിട്ടുണ്ട്. സ്നേഹത്തിന്റെ പൂർണ്ണത ഉൾക്കൊള്ളുന്നവരാണ് കുട്ടികളെന്നും അവർ അറിഞ്ഞും പറഞ്ഞും ജീവിതത്തിൽ സ്വായത്തമാക്കിയ തിരിച്ചറിവിന്റെ ശുദ്ധി അവര് നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിന്റെ നേർക്കാഴ്ചയാവണം കുട്ടികളുടെ നാടകവേദി എന്ന് സാർ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. പാലക്കാടിനെ കുറിച്ച് ഏറെ സംതൃപ്തമായ ഓർമ്മകളാണ് സാർ എപ്പോഴും പങ്കുവയ്ക്കാറ്. CN ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയത്തിലെ 3 നാടകങ്ങളും അവതരിപ്പിച്ചത് പാലക്കാട് ടൗൺ ഹാളിലാണ്. ആ നാടകാവതരണങ്ങൾക്കിടയിലെ പരിശീലനങ്ങൾക്കിടയിൽ അന്ന് പാലക്കാട് റബ്ബർ ബോർഡിൽ ഉദ്യോഗസ്ഥനായ G. അരവിന്ദന്റെ സാന്നിധ്യമെല്ലാം രാമാനുജ സാർ ഓർമ്മിപ്പിക്കാറുണ്ട്. ആ നാടക അവതരണങ്ങൾക്ക് ശേഷം പലപ്പോഴും രാമാനുജ സാർ പാലക്കാട് വരാറുണ്ടായിരുന്നു. കൂടെ ശങ്കരപ്പിള്ള സാറും വേണുക്കുട്ടൻ നായരും പിന്നെ ഞങ്ങളുടെ പാലക്കാടിലെ
ഗോവിന്ദേട്ടൻ എന്ന ഗോവിന്ദൻ പാലക്കാടുമായി ചേർന്ന് പാലക്കാട് ജില്ലാ ആസ്പത്രിക്ക് നേരെയുള്ള പാലക്കാട് നഗരസഭയുടെ റെയിൻബോ കോട്ടേജുകളിൽ പല രാത്രികളിലും നാടക ചർച്ചകളും നാടക കളരികളെ കുറിച്ചും സംസാരിക്കാറുണ്ടായിരുന്നു. ആ ഓർമ്മ എന്നും ഞങ്ങൾക്ക് അല്ലെങ്കിൽ പാലക്കാടുകാർക്ക് ഒരു പുതിയ അനുഭവവും ഊർജവും നൽകുമെന്ന വിശ്വാസമുണ്ട്. 2015 ഡിസംബർ മാസമായിരുന്നു ആ വാൽമീകി നമ്മളോട് വിട പറഞ്ഞത്. പ്രപഞ്ചത്തിന്റെ അമരത്വത്തിൽ ലയിച്ചുപോയ പ്രൊഫസർ രാമാനുജൻ സാറുടെ ഓർമ്മയ്ക്കായി 2016 മുതൽ നവരൻ കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ പ്രൊഫസർ എസ് രാമാനുജം സ്മൃതി കുട്ടികളുടെ ദേശീയ നാടകോത്സവം സംഘടിപ്പിച്ചു വരികയും കേരളത്തിൽ ആദ്യമായിട്ടാണ് രാമാനുജം സാറുടെ സ്മൃതി അനുസ്മരിപ്പിച്ചുകൊണ്ടുള്ള ഒരു നാടകോത്സവം നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് സാറുടെ പേരിൽ ഒരു നാടകോത്സവം. കുട്ടികളുടെ നാടകവേദിയെ ഇഷ്ടപ്പെടുന്ന രാമാനുജ സാറുടെ പേരിൽ നടക്കുന്ന ഈ നാടകോത്സവത്തിൽ അന്യഭാഷാ നാടകങ്ങളെ കേരളത്തിലെ നാടക പ്രവർത്തകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള അവസരം രാമാനുജ സ്മൃതി നാടകോത്സവത്തിലൂടെ നവരംഗനും ലഭിക്കുന്നു എന്നത് എനിക്കും നവരംഗനും അതിയായ സന്തോഷവുമുണ്ട്. 91ാം ജന്മദിനം ആഘോഷിക്കുന്ന നിലവിലെ രാമാനുജൻ സാറുടെ ഈ അനുസ്മരണ പരിപാടിയിൽ എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം തന്നു ഇതിന്റെ സംഘാടകർക്ക്, പ്രത്യേകിച്ച് വനിതാ മേഡത്തിന് എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. നന്ദി.